നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മനസ്സിനേറ്റ ചില മുറിവുകൾ കാലത്തിന് മായ്ക്കുവാൻ കഴിയുമെന്ന് പറയുന്നത് കള്ളമാണ്. ചില വേദനകൾ, ചില വേർപാടുകൾ, ചില അപവാദങ്ങൾ, ചില അപമാനങ്ങൾ, ചില ഒഴിവാക്കലുകൾ മറന്നു എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനേ കഴിയൂ. ജീവിതത്തിൽ നമ്മളെ എല്ലായ്പ്പോഴും കുറ്റപ്പെടുത്തുന്നവരുടെ മുൻപിൽ ശരികൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം ആ ശരികൾക്ക് മുൻപിലും അവർ കുറ്റങ്ങൾ കണ്ടെത്തും. മലയാളത്തിലെ ഇപ്പോഴത്തെ മിന്നും താരം, ചോക്ലേറ്റ് നായകൻ ഷൈൻ നിഗമിന്റെ ഉയർച്ച താഴ്ചകളിലേക്കും ജീവിത വഴികളിലേക്കും നമുക്കൊന്ന് കടന്നു ചെല്ലാം. കുറച്ചു മാസങ്ങൾക്ക് മുൻപ് ഞാൻ ഷൈൻ നിഗമിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് ചില ചാനൽ ചർച്ചകളിൽ സംസാരിച്ചിരുന്നു. അന്ന് അദ്ദേഹത്തിന്റെ അപക്വമായ ചില പെരുമാറ്റങ്ങൾ അദ്ദേഹത്തെ വെച്ച് സിനിമ ചെയ്യുന്ന ചില നിർമ്മാതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലായിരുന്നു. നിർമ്മാതാവ് സെറ്റിൽ വരാൻ പാടില്ല എന്നും താൻ അഭിനയിച്ച് ഓക്കെ പറഞ്ഞ ഷോട്ടുകൾ പിന്നീട് എടുക്കാൻ പാടില്ല എന്നും അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന പടത്തിൽ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുത്തിക്കൊണ്ട് പെട്ടെന്ന് മൊട്ടയടിച്ച് പ്രത്യക്ഷപ്പെടുക, ഇവയൊക്കെ അന്ന് വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ച വാർത്തകളായിരുന്നല്ലോ. ആ സാഹചര്യത്തിലാണ് അന്ന് ഞാൻ ഷൈനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചത്. അന്ന് അതൊക്കെ പരിഹരിക്കപ്പെട്ടെങ്കിലും പിന്നീട് വീണ്ടും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴേക്കും അപ്പോൾ സിനിമാ സംഘടനകൾ കടുത്ത നിലപാടുകളിലേക്ക് നീങ്ങി. അവിടം തൊട്ട് ഷൈന്റെ സ്വഭാവ രീതികളിൽ പ്രകടമായ നല്ല മാറ്റങ്ങൾ സംഭവിച്ചു. ഷൈൻ തിരുത്തപ്പെട്ടു. പ്രായം കൂടുന്നതനുസരിച്ച് അദ്ദേഹത്തിന് പക്വതയും കൈവന്നുകൊണ്ടിരിക്കുന്നു. ഒരാളുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി വിമർശിക്കുക മാത്രമല്ല നമ്മൾ ചെയ്യേണ്ടത്, അദ്ദേഹത്തിൽ വന്ന നല്ല മാറ്റങ്ങളും തിരുത്തലുകളും ചൂണ്ടിക്കാണിച്ച് പ്രകീർത്തിക്കുക എന്നതും നമ്മുടെ കടമയല്ലേ. ഇന്ന് മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകളായ മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും ഒന്നും പറയാൻ ധൈര്യപ്പെടാത്ത ചില കാര്യങ്ങളാണ് ഷൈൻ നിഗം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത്. പാലസ്തീനിലെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ കൂട്ടക്കുരുതിക്കെതിരെയാണ് അദ്ദേഹം ശക്തമായി ശബ്ദമുയർത്തിയത്. സിനിമക്കാർക്കും സമൂഹത്തോട് പ്രതിബദ്ധതയുണ്ടെന്ന് അയാളുടെ വാക്കുകളിലൂടെ തെളിയിച്ചു. ഗസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 67,000 പലസ്തീൻകാരെയാണ് കൂട്ടക്കുരുതിക്ക് ഇരയാക്കിയത്. ഇത് ഒരു ഔദ്യോഗിക കണക്ക് മാത്രമാണ്. അനൗദ്യോഗിക കണക്ക് പ്രകാരം അത് 1,80,000 അതിൽ 40% പേരും ചിറക് മുളയ്ക്കാത്ത പിഞ്ചു ബാല്യങ്ങളാണ്. പൂമ്പാറ്റകളെ പോലെ പാറിപ്പറന്ന് പാൽപുഞ്ചിരിയോടെ നടക്കേണ്ട ആ പിഞ്ചോമനകളെ മനസാക്ഷി മരവിപ്പിക്കുമാറ് നിഷ്കരുണം കൊന്നു തള്ളിയപ്പോൾ അമേരിക്ക ഉൾപ്പെടെയുള്ള മറ്റ് രാഷ്ട്രങ്ങളിലെ ജനങ്ങളെല്ലാം അതിനെതിരെ പ്രതിഷേധത്തിന്റെ ശക്തമായ കൊടുങ്കാറ്റഴിച്ചു വിട്ടപ്പോൾ മലയാള സിനിമയിൽ നിന്നും ആണൊരുത്തൻ ധൈര്യസമേതം നിർഭയനായി അതിനെതിരെ പ്രതികരിച്ചപ്പോൾ സത്യത്തിൽ മനസാക്ഷി മരവിക്കാത്തവർക്ക്, പ്രതികരണ ശേഷി നഷ്ടപ്പെടാത്തവർക്ക് ഷൈൻ നിഗത്തിന്റെ ആ വാക്കുകളെ പ്രകീർത്തിക്കാതിരിക്കാൻ സാധിക്കുമോ? ഷൈൻ നിഗം പറയുന്നു, നിങ്ങൾ യുദ്ധം ചെയ്തോളൂ, പക്ഷേ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്നത് എന്തിനാണ്? ഇനി അവർ ജനിച്ച മതമാണ് പ്രശ്നമെങ്കിൽ ആ കുഞ്ഞുങ്ങൾ അതിന് ഉത്തരവാദികളല്ലല്ലോ. ഷൈൻ പറഞ്ഞ ഈ വാക്കുകളാണ് മനസാക്ഷി തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ക്രൂരന്മാരായ ചിലരെ അസ്വസ്ഥരാക്കിയത്. അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു അഭിപ്രായം ഒരാൾ പറഞ്ഞാൽ അവരെ ഉന്മൂലനം ചെയ്യുക, ഇല്ലാതാക്കുക, അതാണ് ഇപ്പോൾ ഇവിടെ അരങ്ങേറുന്ന രീതികൾ. ഇതുകൊണ്ടൊന്നും ഷൈൻ നിഗത്തിനെ നിശബ്ദനാക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അഭിപ്രായങ്ങൾ പറയേണ്ട സമയത്ത് പറയുക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ഷൈൻ നിഗത്തിനെതിരെ നേരത്തെ ചില പ്രശ്നങ്ങൾ ഉയർന്നപ്പോൾ ഇനി സിനിമയിൽ വെച്ച് വാഴിക്കില്ല എന്ന് ചിലർ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. അദ്ദേഹത്തെ ഇനി സിനിമയിൽ വിളിക്കരുതെന്നും അഭിപ്രായം ഉയർന്നിരുന്നല്ലോ. എന്നാൽ അതിനെയൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് കടന്നു വരുവാൻ അദ്ദേഹത്തിന് സാധിച്ചത് അദ്ദേഹത്തിന്റെ അഭിനയ മികവ് കൊണ്ടും സ്വഭാവ വ്യതിയാനം കൊണ്ടുമാണ്. കിസ്മത്ത് എന്ന ചിത്രത്തിൽ ആരംഭിച്ച നടന വിസ്മയം കുമ്പളങ്ങി നൈറ്റ്സ് എന്ന ചിത്രത്തിൽ വേറിട്ടുറപ്പിച്ച് RDXൽ അടയാളപ്പെടുത്തി. അത് ബെൽറ്റി എന്ന ചിത്രത്തിലൂടെ അദ്ദേഹത്തിന്റെ അഭിനയ മികവ് തകർക്കാനാകാത്ത കരുത്തായി മാറി. ഇങ്ങനെ അഭിനയ മികവിന്റെ പടവുകൾ ഓരോന്നോരോന്നായി ചവിട്ടിക്കയറുമ്പോൾ പിതാവായ അഭിക്ക് നേടാൻ കഴിയാതെ പോയ എല്ലാ ആഗ്രഹങ്ങളും മോഹങ്ങളും ഇപ്പോൾ തന്റെ മകനിലൂടെ സഫലമാവുകയാണ്. കലാരംഗത്ത് ഏറ്റവും വലിയ കുതികാൽ വെട്ടിന്റെ ഇരയായിരുന്നു അഭി. ഇവരിൽ പലരും ഷൈനെ കെട്ടിപ്പിടിച്ചുമ്മ കൊടുത്ത് എന്റെ അഭിയുടെ മകനെന്ന് പറഞ്ഞ് ആനന്ദാശ്രുക്കൾ പൊഴിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ചിന്തിച്ചു പോയി. തനിക്ക് മേൽ വളരുമെന്ന അവസ്ഥ സംജാതമായപ്പോൾ ഇവരൊക്കെ അഭിയോട് ചെയ്ത ചില പ്രവൃത്തികളെ കുറിച്ചായിരുന്നു. അഭിയിൽ നിന്നും ഇവരൊക്കെ തട്ടിയെടുത്തത് അഭിക്കായി കരുതിയിരുന്ന സിനിമകൾ മാത്രം
മാത്രമല്ല, അഭി തന്നെ പറഞ്ഞിരുന്നു, താൻ ചോരയും നീരും കൊടുത്ത് സൃഷ്ടിച്ച എന്റെ ടിന്റുമോനും ആമിനത്താത്തയുമൊന്നും ഇപ്പോൾ എന്റെ സ്വന്തമല്ല. TV ഷോകളിലൂടെ അതിന്റെ പിതൃത്വം മറ്റുള്ളവർ ഏറ്റെടുത്തു കഴിഞ്ഞു. അഭി പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, ഒറിജിനൽ ഉണ്ടാക്കുന്നവന് പഴങ്കഞ്ഞിയും വികലമായ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്നവന് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും. ഇതൊക്കെ തുറന്നു കാട്ടേണ്ട സമയം അതിക്രമിച്ചു. അത്ര മിടുക്കന്മാരാകുന്നത് ശരിയല്ലല്ലോ എന്ന്. മിമിക്രിക്കാരുടെ ഇടയിലെ സുന്ദരനും മാന്യമായ പെരുമാറ്റത്തിന്റെ ഉടമയുമായിരുന്നു അഭി. മിമിക്രിയിലെ സീനിയർ ആളെന്ന നിലയിൽ എന്നോട് വളരെ സ്നേഹവും ആദരവും പുലർത്തിയിരുന്നു. ഷൈൻ നിഗം പറയുന്നു, എന്റെ സിനിമയിലേക്കുള്ള കടന്നുവരവ് യാദൃച്ഛികമായിരുന്നു എന്ന്. എന്നാൽ ഷൈൻ നിഗത്തിന് അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. ഒരിക്കൽ ഞാൻ ആലപ്പുഴയിലെ ഫാസലിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഗേറ്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്ന അഭിയെ കാണാനിടയായി. ഞങ്ങൾ കുറച്ചുനേരം റോഡരികിൽ മാറി നിന്ന് സംസാരിച്ചു. അഭി പാച്ചിക്കയെ കാണാൻ വന്നത് തനിക്ക് ചാൻസിന് വേണ്ടിയല്ലെന്നും മകന്റെ കാര്യമൊന്ന് പാച്ചിക്കയോട് പറയാൻ വേണ്ടിയാണെന്നും എന്നോട് പറഞ്ഞു. അഭി കയ്യിൽ സൂക്ഷിച്ചിരുന്ന ഒരു ആൽബം എന്നെ തുറന്നു കാണിച്ചു. സൂപ്പർ ഡാൻസർ എന്ന റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത ഷൈനിന്റെ ഫോട്ടോയും മറ്റും കാണിച്ചത് ഞാൻ ഇന്നും ഓർക്കുന്നു. അന്ന് അഭി എന്നോട് പറഞ്ഞ്, എനിക്കിപ്പോൾ സ്വന്തമായൊരു ട്രൂപ്പ് ഉണ്ട് അഷ്റഫ് ക. അതിൽ ഞാൻ ആധുനിക രീതിയിലുള്ള ലൈറ്റിങ്ങും മറ്റ് സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കുഴപ്പമില്ല പോകുന്നു. ഇപ്പോൾ ആവശ്യത്തിന് പരിപാടികളുണ്ട്. എന്നാലും മകന്റെ കാര്യമൊന്ന് സേഫ് ആക്കണം. എന്നാലേ എനിക്കൊരു സമാധാനമുള്ളൂ. അതിനുവേണ്ടിയാണ് ഞാൻ പാച്ചിക്കയെ ഒന്ന് കാണാൻ വന്നത്. അതിനുവേണ്ടി അഭി ഒരുപക്ഷെ പല സംവിധായകരെയും സമീപിച്ചിട്ടുണ്ടാകാം. അതൊക്കെ ഷൈൻ അറിഞ്ഞിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. അതൊക്കെ ഇനി എങ്ങനെയായാലും ഒരു കാര്യം പറയാം, ഷൈൻ നിഗത്തിന് അസാമാന്യ കഴിവുണ്ട്. അയാൾ തന്റെ പിതാവിന്റെ ആഗ്രഹത്തിനും അഭിലാഷത്തിനും അപ്പുറം എത്തിക്കഴിഞ്ഞു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. 52ാമത്തെ വയസ്സിൽ അകാലത്തിൽ തന്റെ ഭാര്യയെയും 3 കുട്ടികളെയും അനാഥമാക്കിക്കൊണ്ട് അഭി കടന്നു പോകുമ്പോൾ ഷൈൻ നിഗത്തിന് ഏകദേശം കുടുംബം പുലർത്താനുള്ള പ്രായമായി കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിന് പടങ്ങളും വരുമാനങ്ങളും ഒക്കെ വന്നു തുടങ്ങിയിരുന്നു. മകന്റെ ഉയർച്ചയുടെ ആരംഭം കണ്ട് സന്തോഷിച്ചാണ് അഭിയുടെ മടക്കം. ഇന്ന് വെറുപ്പിന്റെയും വേർതിരിവിന്റെയും പ്രചാരകന്മാർ ഷൈൻ നിഗത്തിനോടുള്ള വിദ്വേഷം അദ്ദേഹത്തിന്റെ സിനിമാ പോസ്റ്ററുകളിൽ തീർക്കുകയാണ്. പോസ്റ്ററുകളിൽ നിന്നും വ്യാപകമായി ഷൈൻ നിഗത്തിന്റെ മുഖം മാത്രം വലിച്ചു കീറിക്കളയുന്നു. അയാൾ ചെയ്ത കൊടും പാതകം പിഞ്ചു കുഞ്ഞുങ്ങളുടെ കൂട്ടക്കുരുതിക്കെതിരെ ശബ്ദമുയർത്തിയെന്നതാണ്. വെറുപ്പിന്റെ പ്രചാരകന്മാരോട് ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ, നിങ്ങൾക്ക് ഷൈൻ നിഗത്തിന്റെ പോസ്റ്ററിലുള്ള മുഖങ്ങൾ മാത്രമേ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കൂ. അദ്ദേഹത്തിന്റെ അഭിനയ മികവിനെ, കഴിവിനെ തല്ലിക്കെടുത്താൻ നിങ്ങളെ കൊണ്ടാകില്ല. അയാളുടെ നാവിനെ നിശബ്ദനാക്കാനും നിങ്ങൾക്കാവില്ല. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ സ്വന്തം കഴിവ് കൊണ്ട് മലയാള സിനിമയിൽ ചുവടുറപ്പിച്ചതാണ് ഈ കലാകാരൻ. മലയാള സിനിമയിലെ യുവാക്കളുടെ ചങ്ക് ബ്രോ എന്ന പേരിനർഹനായ ഒരേ ഒരു നടൻ. കാര്യസാധ്യത്തിന് വേണ്ടി ആരുടെയും മുൻപിൽ ഓച്ചാനിച്ചു നിൽക്കുന്ന ആളായിരുന്നില്ല അഭി. ആ സ്വഭാവം ഏതാണ്ടൊക്കെ ഷൈൻ നിഗത്തിനും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അഹങ്കാരികളെന്ന നാമധേയവും ചിലർ രണ്ടുപേർക്കും ചാർത്തിക്കൊടുത്തിട്ടുമുണ്ട്. ഷൈൻ മുൻപ് പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ അവൻ ഇനി ഉയരില്ല എന്ന് വിധിയെഴുതിയവർക്കേറ്റ പ്രഹരമാണ് പിന്നീട് വന്ന ചിത്രങ്ങളും അതിന്റെ വിജയങ്ങളും. നമ്മൾ മനുഷ്യരല്ലല്ലോ ആരുടെയും വിധി ന്യായങ്ങളെ നിശ്ചയിക്കുന്നത്. 21ാമത്തെ വയസ്സിൽ തന്റെ പിതാവ് കടന്നു പോകുമ്പോൾ മാതാവിന്റെയും 2 സഹോദരിമാരുടെയും ഉത്തരവാദിത്വം സന്തോഷപൂർവ്വം ഏറ്റെടുത്ത് അവരെ ഒരു കുറവും അറിയിക്കാതെ സംരക്ഷിക്കുന്ന ഷൈൻ നിഗത്തിന് ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ജീവിതമാണ്. പരീക്ഷിക്കപ്പെടാം, പരാജയപ്പെടാം, പിന്തള്ളപ്പെടാം, പരിഹസിക്കപ്പെടാം. നമ്മൾ അതിനെയൊക്കെ മറികടക്കണം. എല്ലാം കൈവിട്ടു പോയാലും തോറ്റെന്ന് കരുതരുത്. തോറ്റിടത്ത് നിന്ന് തുടങ്ങണം. കാരണം പൂജ്യമില്ലാതെ 1000-ഉം കോടിയും ഇന്നേ വരെ ഉണ്ടായിട്ടുമില്ല. നിർത്തുന്നു. നന്ദി, നമസ്കാരം.